അഞ്ചാമത്തെ ടാസ്ക് വീണ്ടും ജിൻഡോ തൂക്കിയിരിക്കുകയാണ്. അഞ്ചാമത്തെ ടാസ്ക് വിജയിച്ച് ജിൻഡോ 3 പോയിന്റും കൂടെ സ്വന്തമാക്കുന്നു. ഇതൊരു പ്രതലത്തിൽ കുറച്ച് കട്ടകൾ ഇങ്ങനെ അടുക്കി ഒന്നിന് പുറമായിട്ട് 12 ബോക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കൈ നിവർത്തി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. പിടിക്കുകയല്ല, വിരലുകൾ ഉപയോഗിക്കരുത്, അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അത് നമ്മളെ അഭിഷേകാണ് ആദ്യമേ ഇറങ്ങി. അഭിഷേക് സത്യം പറഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞു. അഭിഷേക് ഈ പ്രാവശ്യവും 1ാം സ്ഥാനം നേടുമെന്നാണ് വിചാരിച്ചിരുന്നത്. 8 മിനിറ്റ് 5 സെക്കൻഡും കൊണ്ടാണ് അഭിഷേക് ഫിനിഷ് ചെയ്തത്. അതിനുശേഷം ബാക്കി എല്ലാവരും നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. അഭിഷേകിന് യാതൊരുവിധ വെല്ലുവിളി ഉയർത്താൻ ആർക്കും കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫിജോ മാത്രം 5 മിനിറ്റിൽ കൂടുതൽ പിടിച്ചു നിന്നു. ഋഷിയും സായിയൊക്കെ അമ്പെ പരാജയപ്പെട്ടു. പിന്നെ ലാസ്റ്റ് വന്നത് നമ്മൾ അർജുനും ജിൻഡോയും കൂടാണ്. അപ്പോഴും ആർക്കും ഈ 8 മിനിറ്റ് എന്ന് പറയുന്ന അഭിഷേകിൻ്റെ ഇത് തകർക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അവിടുത്തെ മത്സരാർത്ഥികളുടെ മോഹം കണ്ടാൽ അറിയായിരുന്നു. പക്ഷേ ജിൻഡോ ഉണ്ടായിരുന്നു കൂടെ, അല്ലേ? അങ്ങനെ ജിൻഡോയും അർജുനും ലാസ്റ്റത്തെ റൗണ്ടിൽ മത്സരിച്ച് അഭിഷേകിനെ അർജുൻ പൊട്ടിക്കുന്നുണ്ട്. 8 മിനിറ്റ് 9 സെക്കൻഡ് എടുത്താണ് അർജുൻ അഭിഷേകിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയത്. അപ്പോഴും ജിൻഡോ ഇങ്ങനെ ഈ പിടുത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ജിൻഡോ പിടുത്തം നിർത്തി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വരെ ഞെട്ടിപ്പോയി. ബിഗ് ബോസ് ചോദിക്കുന്നു, എന്തുവാ ജിൻഡോ ഇത് എന്ന് ചോദിക്കുന്നിടം വരെ എത്തിയിരിക്കുന്നു. കാരണം 12 മിനിറ്റ് 31 സെക്കൻഡ് നേരം ജിൻഡോ ഈ ഒറ്റ കയ്യിൽ ഇങ്ങനെ 12 ബോക്സ് പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം 2ാം സ്ഥാനത്ത് വന്നവർ പിടിച്ചത് 8 മിനിറ്റ് ആണെന്ന് അറിയുമ്പോൾ ജിൻഡോയുടെ ആ ടാലൻറ്റ് നമുക്ക് പ്രത്യേകിച്ചും വ്യക്തമാകും. ബിഗ് ബോസ് തന്നെ ഞാൻ പറഞ്ഞില്ല, അത്ഭുതപ്പെട്ടു പോയി. ബിഗ് ബോസ് ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ജിൻഡോ 2ാമത്തെ ടാസ്കും തൂക്കിയിരിക്കുകയാണ്. അങ്ങനെ 6 പോയിന്റ് ജിൻഡോയ്ക്കുണ്ട് ആകുന്നു. അഭിഷേക് ഇപ്പം 11 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ ഇന്നലെ വരെ ഈ ടാസ്ക് തുടങ്ങുന്നിടം വരെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന സായി 5 പോയിന്റുമായി. സായി ഇപ്പം 3ാം സ്ഥാനത്തേക്ക് പോയി. സായിക്ക് ഭീഷണിയായിട്ട് അർജുൻ കയറി വരുന്നുണ്ട് 4 പോയിന്റുമായിട്ട്. ബാക്കി എല്ലാവരുടെയും പോയിന്റുകൾ വളരെ കുറവാണ്. അപ്പം ഇവർ 4 പേരും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ജിൻഡോ ഇന്നലെ വരെ ജിൻഡോയ്ക്ക് ഒറ്റ പോയിന്റ് ഇല്ലായിരുന്നു. ഇന്നത്തെ 2 ടാസ്കും ജിൻഡോയാണ് തൂക്കിയത്. ഇന്നലത്തെ ടാസ്ക് മൊത്തം അഭിഷേക് തൂക്കിയപ്പോൾ ഇന്നത്തെ ടാസ്ക് മൊത്തം ജിൻഡോ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. 3ാമത്തെ ടാസ്ക് അല്പം കഴിഞ്ഞ് ആരംഭിക്കും എന്ന്, രാത്രിയിലാണ് ആ ടാസ്ക് തുടങ്ങാൻ സാധ്യത. അപ്പോൾ ഇന്ന് 3 ടാസ്ക് കാണും. അപ്പം അതിൽ അറിയാൻ പറ്റും ആരൊക്കെ ഇപ്പോഴും ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഏതായാലും കടുത്ത മത്സരം തന്നെ ഇവർ 4 പേരും തമ്മിൽ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇന്നലെ വരെ അഭിഷേകിന് യാതൊരു ഭീഷണിയില്ലായിരുന്നു. ഇന്ന് ജിൻഡോ 2 കളി ജയിച്ച് 6 പോയിന്റുമായിട്ട് അഭിഷേകിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ടാസ്കുകളൊക്കെ ഒന്ന് കാണാൻ ഒരു വൈബൊക്കെ ആയി.